നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെപ്പറേഷനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇനി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ഓക്കെ. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഇടയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. അത് ചിലർക്കെങ്കിലും ഒരു സാഹചര്യമായിരിക്കാം, പക്ഷെ കുറച്ച് പേർക്കെങ്കിലും അതൊരു ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഒരു പ്രണയമാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ആ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ടൊക്കെയോ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ അത്രത്തോളം ഉള്ളതുകൊണ്ടായിരിക്കണം നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ളൊരു തടസ്സം കാണുന്നുണ്ട്. ചിലപ്പോൾ അവര് അവരുടെ അല്ലെങ്കിൽ അവര് ഒരുപാട് അവരുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യണ രീതിയിലൊക്കെ തന്നെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്താനായിട്ടൊരു നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കണം എന്നൊക്കെ കരുതുന്ന അവസ്ഥയിൽ അത് മുൻകൂട്ടി കണ്ടിട്ട് അവർ ചിലപ്പോൾ അതിനെ മാറ്റി വിടുന്നുണ്ടായിരിക്കാം. കുറച്ച് പേർക്കെങ്കിലും അതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് അങ്ങനെയൊക്കെ ആയിരിക്കാം. എന്നാലും കുറച്ച് പേർക്കെങ്കിലും അതൊരു വ്യക്തിയായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അവരറിഞ്ഞോ അറിയാതെയോ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ വന്നു, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിൽ അവർ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് അവരുടെ ആ ഒരു കാര്യത്തിന് പുറകെ അല്ലെങ്കിൽ ഏതാണോ കൂടുതൽ പേർക്ക് ഒരു വ്യക്തിയാണ് എന്നാണ് കാണുന്നത്. നിങ്ങൾ റിലേഷൻഷിപ്പിനെ ഒരുപാട്, അതായത് നിങ്ങൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന കാണാൻ ആഗ്രഹമില്ലാത്ത ഒരു തേർഡ് പാർട്ടി അങ്ങനെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ളവരായിരിക്കണം കൂടുതൽ പേർക്കും അങ്ങനെയാവാനാണ് ഇവിടെ സാധ്യത കാണുന്നത്. അങ്ങനെ ഒരു എനർജിയാണ് കിട്ടുന്നത്. ഏതൊക്കെയോ ഒരു കാരണത്താൽ അവർ ആ ഒരു തേർഡ് പാർട്ടിയുടെ വാക്കുകളെ വിശ്വസിച്ച് പോയിട്ടുണ്ട്. കുറച്ച് നാളെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് വരാനുള്ള റീസൺ അതായിരിക്കും. പക്ഷെ ഈ ഒരു സമയത്ത് അവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളായിരുന്നു ശരി എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം അത്രത്തോളം വാല്യുബിൾ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ മൊമെന്റിലും നിങ്ങൾ പല പല സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ. അവർക്ക് ഒരുപാട് വിഷമങ്ങൾ നേരിടേണ്ട അവസ്ഥയിൽ പോലും നിങ്ങൾ അവരെ കൈവിട്ടിട്ടില്ല, മുറുകെ പിടിച്ചിട്ടേ ഉള്ളൂ. പലരും ഫിനാൻഷ്യലി ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഫിനാൻഷ്യൽ അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾ ഒരു സപ്പോർട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ മെന്റലി നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരുപാട് കെയറിങ് ഒക്കെ കൊടുത്തിട്ടുള്ളവരാണ് നിങ്ങൾ. സോ നിങ്ങൾ ഒരുപാട് പ്യുവർ ആൻഡ് ജെന്യൂൻ ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ സ്നേഹം അവർക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവരത് ആ ഒരു സമയത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വേണ്ടി വന്നു അവരുടെ ലൈഫിൽ നിങ്ങളെ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതൽ പേർക്കും ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും, അതായത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഈ ഒരു തേർഡ് പാർട്ടി ഒരു വ്യക്തിയാണെന്നുള്ളത്. അത് ചിലപ്പോൾ അവരുടെ ഫാമിലിയിലുള്ളവരായിക്കോട്ടെ, അവർക്ക് വേണ്ടപ്പെട്ടവരായിക്കോട്ടെ, ഈ ഒരു റിലേഷൻഷിപ്പിനെ എതിർക്കുന്നവരാണ്. സോ അത് ചിലപ്പോൾ അവരുടെ ഫാമിലിയിലുള്ളവർ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിനെ എതിർക്കുന്നുണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ വളരെ കുറച്ച് പേർക്ക് ഈ ഒരു വ്യക്തി മൂന്നാമതൊരു ആളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, മീൻസ് നിങ്ങളല്ലാണ്ട് വേറൊരു തരത്തില്. പക്ഷെ അതൊക്കെ തന്നെ തിരിച്ചു വരണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ട നിങ്ങളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയ ഒരാള് പിന്നീട് അവിടെ ചെന്നതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറും കാര്യങ്ങളും ഒക്കെ മനസ്സിലായതിനു ശേഷം അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളായിരുന്നു ബെറ്റർ എന്ന് റിയലൈസ് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇപ്പോൾ ഏതൊരു തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഇപ്പോൾ അവർ നിങ്ങളുടെ വാല്യൂ ആണ് ഒരുപാട് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പ്രസൻസ് ആണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളാണ് ബെറ്റർ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അവിടെ പോയതിനു ശേഷം തിരികെ വന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട ഏത് സാഹചര്യം ആയിക്കോട്ടെ നിങ്ങളുടെ ലവിനെ മനസ്സിലാക്കാൻ, നിങ്ങളുടെ വാല്യൂ റിയലൈസ് ചെയ്യാണ്ട് പോയവരാണ്. ഇനി തിരികെ വരണോ വേണ്ടോ, അല്ലെങ്കിൽ ഇനി തിരികെ വന്നാലും സ്വീകരിക്കണം എന്നൊക്കെ ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് കംപ്ലീറ്റ്ലി നിങ്ങളാണ്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു അവരുടെ ലൈഫിൽ നിങ്ങളോളം ഹാപ്പിനെസ് അവർക്ക് കൊടുക്കാനായിട്ട് മറ്റൊരു വ്യക്തിക്ക് സാധ്യമല്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു സാമീപ്യം പോലും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു കോൾ ആയിക്കോട്ടെ, മെസ്സേജ് ആയിക്കോട്ടെ, അങ്ങനെ ഒരു രീതിയിൽ അവർ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ഒരു ഗിൽറ്റ് ഫീലൊക്കെ അവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഏതൊരു സാഹചര്യത്തിന്റെ പേരിലാണോ അവർ ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് വന്നത്, അത് കുറച്ച് പേർക്കെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം. പക്ഷെ കൂടുതൽ പേർക്ക് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്നാണ് കാണുന്നത്.
സോ ഏത് തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും അവർക്ക് ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെയാണ് ആഗ്രഹം എന്നുള്ളത് ഒരു എനർജിയുടെ ഫീൽ ചെയ്യുന്നതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് ചെയ്താൽ അത് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടാൻ ഒരു സാധ്യതയുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് കുറച്ചൊരു കാലതാമസം എടുക്കും എന്നുള്ളതാണ്. മാനിഫെസ്റ്റ് ചെയ്താലും ഫലം ഉണ്ടാവും, പക്ഷെ കുറച്ചൊരു കാരണം ഒരുപാട് സ്ട്രഗിൾസ് ഈ ഒരു സമയത്ത് പോലും അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതിപ്പോ ഫിനാൻഷ്യലി ഇഷ്യൂസും കരിയർ ഇഷ്യൂസും ഒക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു രീതിയിലുള്ള തടസ്സങ്ങളായിരിക്കാം. അതും അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു കുറച്ച് പേർക്കെങ്കിലും ഇവിടെ ഒരു വ്യക്തികളാൽ, അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം, ഒരു പേഴ്സൺ ആണെന്നാണ് കുറച്ച് പേർക്കെങ്കിലും ഫീൽ ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ തന്നെ അവര് ഒരുപാട് നിങ്ങൾക്കെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഒരുപാട് പക്ഷെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ അവര് നിങ്ങളിലേക്ക് വരണമെന്ന് കരുതുന്ന സമയത്തൊക്കെ അവരുടെ മനസ്സിനെ ഒന്ന് ഡൈവേർട്ട് ആവുന്ന രീതിയിൽ ഈ ഒരു തേർഡ് പാർട്ടി ഇടയിൽ നിന്ന് കളിക്കുന്നതായിട്ടുള്ള അങ്ങനെ ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രഗിൾസിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് അവർക്കൊരു ഒരു സമയം വേണ്ടി വന്നേക്കും. മാനിഫെസ്റ്റ് ചെയ്യണം. മാനിഫെസ്റ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി ഫലം ഉണ്ടാവുമെങ്കിലും ഒരു കാലതാമസം എടുക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളും അവരുമായിട്ട് ഒരുപാട് ഡിഫറൻസ് കാണുന്നത് കാസ്റ്റ് വ്യത്യാസമായിരിക്കാം, ഫിനാൻഷ്യലി ചിലപ്പോൾ ഹൈ ലെവൽ അങ്ങനെ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അത്തരത്തിലുള്ള ഒരു ഡിഫറൻസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ചിലർക്കെങ്കിലും ആ ഒരു രീതിയിൽ ചിലപ്പോൾ ഒരു തടസ്സം കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് നിങ്ങൾ വീണ്ടും ഒന്നിക്കാൻ പാകത്തിനുള്ള ഒരു മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഒരു തടസ്സം പോലെ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്താണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ആ ഒരു വ്യക്തി ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവരുടെ ഈ ഒരു സാഹചര്യം, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഒക്കെ തന്നെ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് പോലെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കുറച്ചധികം തടസ്സങ്ങളാണ് ഇവിടെ കാണുന്നത്. പലർക്കും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് നിങ്ങൾ രണ്ടുപേരും തന്നെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് ഒരു റീയൂണിയൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഒരു സ്ലോ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ആണ് കൂടുതലും കാണുന്നത്. ഒരു സ്ലോ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ആയിരിക്കും, കാരണം അത്രയധികം തടസ്സങ്ങൾ ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരു സമയത്ത് ഒരുപാട് ഗിൽറ്റ് ഫീൽ തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർ മെന്റലി ഫിസിക്കലി ഒക്കെ ഡൗൺ ആണ്. അവരെ ചിലപ്പോൾ ചുറ്റുമുള്ളവർ പോലും ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ പോലെ ഭയങ്കര ടൈഡപ്പ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ ഉള്ളതെന്ന് പറയുന്നത്. നിങ്ങളിൽ നിന്ന് പോയതിനു ശേഷം അവർക്ക് ഒരു രീതിയിലുള്ള ഹാപ്പിനെസ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. നിങ്ങളെ അവർ ഇത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ വന്നത് പോലും ഈ ഒരു സെപ്പറേഷൻ വന്നതിന് ശേഷമാണ്. അല്ലെങ്കിൽ അവരായിട്ട് തന്നെ ചിലപ്പോൾ മാറി നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു സ്റ്റക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് അവരായിട്ട് തന്നെ എന്തെങ്കിലും കാരണത്താൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നതിന്റെ പേരിൽ അങ്ങനെ പോയതായിരിക്കും. ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള റീസൺ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം. ചിലപ്പോൾ അവരുടെ ഫാമിലിയിലുള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കാണാൻ ഇഷ്ടമില്ലാത്തവർ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും രീതിയിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവരുടെ മനസ്സിൽ വരുത്തി അങ്ങനെയും ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ വന്നു പോയതായിരിക്കാം. നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് തുടക്കത്തിൽ. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മനസ്സ് ഒരുവിധമൊക്കെ ഒരു അഡ്ജസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പൊരുത്തപ്പെടാൻ പാകമായിട്ടുള്ളത് പോലെയാണ് കാണുന്നത്. നിങ്ങൾ തുടക്കത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, രാത്രികാലങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. നിങ്ങളായിട്ട് തന്നെ ഈ ഒരു വ്യക്തിയോട് പലർക്കും എന്താണ് റീസൺ എന്ന് പോലും അറിയാതെ നിങ്ങൾ നിന്നിട്ടുണ്ട്. എന്തിനാണ് ഇവര് നിങ്ങളിൽ നിന്നും അകന്നു പോയതെന്ന് പോലും അറിയാണ്ട് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സമയത്ത് പക്ഷെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ചേസ് ചെയ്യുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് എല്ലാം മടുത്ത പോലെ ഒരു ഫീൽ, മീൻസ് ഇനി കുറച്ചു പേരെങ്കിലും ഇനി വന്നാൽ വരട്ടെ അപ്പൊ നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു മനസ്സായിട്ടിരിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ തന്നിട്ടുണ്ട് ഈ ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്. കുറച്ചു പേർക്ക് ഇങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണോ നിങ്ങളിൽ നിന്ന് അകന്നു പോയത്, എന്ത് തന്നെയാണെങ്കിലും അവരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്താണ്. കാരണം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ അവർക്ക് മറക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പകരം റീപ്ലേസ് ചെയ്യാൻ മറ്റൊരാൾക്ക് കഴിയില്ല എന്നുള്ളൊരു അങ്ങനത്തെ ഒരു തോന്നൽ, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് അവർക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. കാരണം പല രീതിയിൽ അവർ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ അവരുടെ ഫാമിലി തന്നെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർ തന്നെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങളെ അവരെയും സെപ്പറേറ്റ് ആക്കാൻ നോക്കുന്നത് പോലെ. അപ്പൊ അങ്ങനെ വരുന്നൊരു അവസ്ഥയാവുമ്പോൾ
അവരുടെ മനസ്സിൽ കൂടുതൽ നിങ്ങളുടെ ഓർമ്മകൾ വരുന്നുണ്ട്. കാരണം അവര് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് അവര് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അവര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കണം. പക്ഷേ ഒരുപാട് ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ട് തന്നെ അതൊക്കെ അവർക്ക് പരാജയപ്പെട്ടു പോയതായിട്ടാണ് കാണുന്നത്.